നിങ്ങൾ ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള സംഗതികളാണ്. അതായത് മുലപ്പാല് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം, ശുക്ലപുഷ്ടി ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം, ധാതുപുഷ്ടി ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം, ലൈംഗിക ഉത്തേജന ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ ഈ ചൂട് കാലത്ത് ശരീരത്തെ തണുപ്പിക്കാനും കൂടി സഹായകരമായ ഒരു ഒറ്റമൂലി ഇവിടെ പ്രതിപാദിക്കാം. ഒറ്റമൂലികളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ, ഉപയോഗിച്ചാൽ ഇത് മാത്രം മതിയോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം ഉപയോഗിക്കണമെന്ന് നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പും കൂടെ ഇവിടെ ചേർക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒറ്റമൂലി എന്താണെന്ന് പരിചയപ്പെടുത്താം. ഇത് എങ്ങനെ ഏതളവിൽ തയ്യാറാക്കണം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ സേവ്യർ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കാം. ഈ ഒറ്റമൂലി ഏതാണെന്ന് വെച്ചാലേ ഇലിപ്പപ്പൂവ് അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. മധുകം എന്നാണ് സംസ്കൃതം പേര്. അതുപോലെ ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം മധുക സാൻജിഫോളിയ, ഫാമിലി നെയിം സപ്പോർട്ടേഴ്സ് ഫാമിലിയാണ്. ഇനി ഇതിന്റെ രസഗുണ വീര്യവിഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മധുര രസവും കഷായ രസവും ചേർന്നതാണ് രസം. അതുപോലെ വിഭാഗം മധുര വിഭാഗമാണ്. ഗുരു സ്നിഗ്ധ ഗുണത്തോടു കൂടിയതാണ്, ശീതവീര്യമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഈ ഘടനയുള്ളത് കൊണ്ടാണ് ഇത് ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ ഫലപ്രദമാവുന്നത്. ഇത് ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത് വരുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ്. ഇതൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ പൂവാണ്. ഇലിപ്പ പൂവും ഇലിപ്പ കാതലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിൽ ഇലിപ്പ വൃക്ഷത്തിന്റെ പൂവ് നമുക്ക് ഉണങ്ങിയത് വാങ്ങിക്കാനായിട്ട് കിട്ടും ആയുർവേദ മരുന്നുകളിൽ. അതാണ് ഇതിന്റെ പ്രധാന ഔഷധം. ഇതിന്റെ രസഗുണ വിഭാഗങ്ങൾ ഇതാണ്. അതുപോലെ ബൊട്ടാനിക്കൽ നെയിമും ഫാമിലി നെയിമും പറഞ്ഞല്ലോ. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞുതരാം. നിങ്ങൾ ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പ്രസവശേഷം മുലപ്പാല് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ഒറ്റമൂലി പലപ്പോഴും തെരഞ്ഞു നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ പ്രസവരക്ഷയോടുകൂടെ ആ ചിട്ടകളൊക്കെ ചെയ്യുന്നവർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അത് ശരിയാവും. പക്ഷെ അതിന്റെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇലിപ്പ ചേർത്തുള്ള ഒരു ഒറ്റമൂലി പ്രയോഗിക്കുന്ന സഹായകരവും എങ്ങനെ തയ്യാറാക്കാന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ലൈംഗിക ഉത്തേജന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് മരുന്നുകൾ ചോദിച്ചു ഒരുപാട് പേര് നടക്കുന്നുണ്ട്. പൊതുവെ വാതപിത്ത കഫദോഷങ്ങൾ വർദ്ധിച്ചിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവർക്കും ഈ ഒറ്റമൂലി പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിൽ ചേർത്ത് വരുന്നതാണ് ഇലിപ്പക്കാതല്, അല്ലെങ്കിൽ അതുപോലെ ഇലിപ്പപ്പൂവ്. മധുകം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം പറഞ്ഞല്ലോ. ഇത് തയ്യാറാക്കാനായിട്ട് ഈ പറഞ്ഞ അവസ്ഥകളിലൊക്കെ ഇത് ഉപയോഗിക്കാം. അത് പാൽക്കഷായ രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കി കൊടുക്കേണ്ടത്. അപ്പൊ പാൽക്കഷായം തയ്യാറാക്കാനായിട്ട് എങ്ങനെ അളവെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിപ്പപ്പൂവ് വാങ്ങിയത് ഒരു 30 ഗ്രാം കഴുകിയെടുക്കുക. 30 ഗ്രാം. ഓക്കെ, ഒരു പ്രാവശ്യത്തേക്ക് ഒരു ഡോസിന് 30 ഗ്രാം വേണം. എന്നിട്ട് അതിലേക്ക് അതിന്റെ ഒരു 4-5 ഇരട്ടി, അതായത് ഒരു 30 ഗ്രാം ഇലിപ്പപ്പൂവില് കഴുകിയെടുത്തതിലേക്ക് ഒരു 150 മില്ലി പാല് ചേർക്കണം, ശുദ്ധമായ പശുമ്പാല്. എന്നിട്ട് അതിലേക്ക് 300 മില്ലി വെള്ളം ചേർക്കണം. അപ്പൊ 30 ഗ്രാം ഇലിപ്പപ്പൂവ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് 150 മില്ലി പശുമ്പാല് ചേർക്കുക. അതിലേക്ക് 300 ml നല്ല വെള്ളം ചേർത്ത് ചെറുതീകരിച്ച് ഇങ്ങനെ കത്തിക്കുക. സിമ്മിലിട്ട് ഇപ്പൊ ഗ്യാസിലെ തയ്യാറാക്കണമെങ്കിൽ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ കുറുക്കി സമയം എടുക്കുന്ന അർത്ഥം. പതുക്കെ ഇളക്കി അത് വറ്റിച്ചെടുക്കണം. പാലിന്റെ അളവാക്കി വറ്റിക്കുക. 150 മില്ലി ആകുമ്പോൾ ആ പൂവ് ആ ചണ്ടി അങ്ങോട്ട് പിഴിഞ്ഞരിച്ച് കളയാം. ഓക്കെ, എന്നിട്ട് അതിൽ അല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കാലത്ത് ഭക്ഷണം കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. അതുപോലെ രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ടും ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. അങ്ങനെ കാലത്തും രാത്രിയും ഭക്ഷണശേഷം 1 മണിക്കൂറിന് ശേഷം ഈ ഇലിപ്പ പാൽ കഷായം പഞ്ചസാരയും ചേർത്ത് പതിവായിട്ട് കഴിക്കുക. നിത്യേന കഴിക്കുകയാണെങ്കിൽ മുലപ്പാല് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അതുപോലെ നമുക്ക് ശുക്ലവൃദ്ധി ഉണ്ടാകുന്നതിനും ലൈംഗിക ഉത്തേജന ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവും. ഒപ്പം തന്നെ വാതപിത്ത ദോഷങ്ങൾ ശരീരത്തിൽ വർദ്ധിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകൾ, അതായത് ശരീരദാഹം, ശരീരത്തിൽ ചുടിച്ചിൽ തോന്നുക, അമിതമായിട്ടുള്ള വെള്ളം ദാഹം ഉണ്ടാവുക, രക്തവാത രോഗികൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി ഇത് പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു കൂട്ടരുണ്ട്. അതായത് കാർഡിയാക് പ്രോബ്ലംസ്, ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട് രോഗങ്ങൾ ഉണ്ടാവുക, അതുപോലെ മറ്റ് കാർഡിയാക് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഔഷധങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുക. അത്തരക്കാര് ഇത് കഴിക്കേണ്ട. കാരണം അത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ദീപിപ്പിക്കാനും അതുവഴി നിങ്ങളുടെ രക്തചംക്രമണ വ്യൂഹത്തിൽ ചെറിയ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഔഷധങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നവരും മാത്രം ഇത് ഒഴിവാക്കണം. ഇത് കഴിച്ചതിന്റെ പേരിൽ അത്തരമൊരു രോഗാവസ്ഥ വരില്ല എന്നർത്ഥം. ഇത്തരക്കാർക്ക് ഇത് പതിവായിട്ട് ഇത് ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ ഒന്നും കഴിച്ചുകൊണ്ടാവില്ല. നിത്യേന മാസങ്ങളോളം ദിവസങ്ങളോളം പതിവായിട്ട് കഴിക്കാമെങ്കിൽ ഈ പറഞ്ഞ രോഗാവസ്ഥകളിലൊക്കെ ഇത് പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. ഇതുകൊണ്ട് ആശ്വാസം ലഭിച്ചില്ലെങ്കിൽ അടുത്തൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ ദേഹപ്രകൃതിക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ചുള്ള ഔഷധങ്ങളും ജീവിതചര്യകളും ഭക്ഷണരീതികളും ശീലിക്കുക. അതുവഴി ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്നതാണ്. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.